ശുദ്ധിയുള്ള ആളുകളാണവര്. എന്തൊക്കെ? അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണവര്. ഹൃദയം ശുദ്ധിയുള്ളവരാണ്. ലാ ഇസ്മ ഫീഹി, ആ ഹൃദയത്തിനുള്ളിൽ കുറ്റമില്ല. വലാ ബഗ്യ, അക്രമ സ്വഭാവമില്ല. കാണുന്നവരോടൊക്കെ ദേഷ്യം, ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ജീവിതം മുഴുവൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുന്നവര്, മുഖം വീർപ്പിച്ച് നടക്കുന്നവര് ഒന്നും ഇതിൽ പെടൂല. വലാ ഗില്ല, അസൂയയില്ല, പകപോക്കലില്ല. വലാ ഹസദ, ഒരാളോടും ഒരു കുബുദ്ധിയുമില്ല, അസൂയയില്ലാത്ത, ദുർചിന്തകളില്ലാത്ത, പകപോക്കണം എന്ന ആഗ്രഹമില്ലാത്ത, ഹൃദയം ശുദ്ധമായി നടക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളില്ലേ, അവരാണ് മഹ്മൂമുൽ ഖൽബ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, നബിയേ, അയ്യുന്നാസി അഫ്ളലു, ആരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ നബിയേ? കുല്ലു മഹ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ. അതെന്തായി? നാവുകൊണ്ട് സത്യം മാത്രമേ പറയുള്ളൂ. അവരും ഹൃദയം എപ്പോഴും ശുദ്ധിയാണ്. അതിലാരോടും പകല്ല. ശത്രുക്കളില്ലാത്തൊരു ലോകത്തുണ്ടാവില്ല. മഹല്ലുകൾക്ക് വേറെ മഹൽ ശത്രുക്കളുണ്ടാവും, പള്ളികൾക്ക് വേറെ പള്ളി, അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ കാലം. എന്താ ചെയ്യാ? നാടിന് വേറെ നാട്, അയൽവാസിക്ക് അയൽവാസിയോട്, ബന്ധുവിന് ബന്ധുവിനോട്, ഒരു ബന്ധം ഇല്ലാത്തവനോട് ഇങ്ങനെ പകയും വിദ്വേഷവും. അങ്ങനെയൊക്കെ സമയം കളഞ്ഞ് മനുഷ്യരുടെ പിന്നാലെ കൂടുന്ന ആളുകൾ ദൗർഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല സൽബുദ്ധി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹാണ്. അതിന്റെ ചില റിവായത്തുകളിൽ ദോഷമുണ്ടെങ്കിലും വളരെ സ്വഹീഹാണെന്ന് പല റിവായത്തുകളിലൂടെ വന്ന ഒരു ഹദീസാണിത്. ഇതിന്റെ ആശയം പല വാക്കുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ചർച്ച ചെയ്യുന്നത്, അല്ലാഹു നോക്കുന്നത് ഹൃദയം മടിച്ചു വാരുന്നവരിലേക്കാണ്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര വലുതാണ് എന്നതല്ല വിഷയം. നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി എത്രയുണ്ട്, ഇതാണ് അല്ലാഹു നോക്കുന്നത്. അവിടെയാണ് വിഷയം കിടക്കുന്നത്. കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വലിയ വലിയ പദ്ധതികള്. മനുഷ്യന്മാരോട് മുഖം വീർപ്പിച്ചാൽ നടക്കുക, സലാം പറഞ്ഞാൽ മടക്കൂല. എന്താ അവിടെ കാര്യം? ഒരു കാര്യമില്ല. എത്ര സാധുക്കളുണ്ടെന്നാ? നമ്മളെ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് സലാം മടക്കൂല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മളെ സംഘടന അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല, സലാം പറയാൻ പറ്റൂല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എന്താ ബാക്കിയുള്ള ബിദ്അത്തിനെ പറ്റി ഞാൻ എന്താ പറയാ? ചെയ്യാൻ പാടില്ല എന്ന് നിബിധങ്ങൾ പറയാ, അതന്നെ ചെയ്യുള്ളൂ എന്ന് മനുഷ്യന്മാര് പറയാ. എങ്ങനെയുണ്ടാ? ഇന്ന ബൈന യദൈ സാഅതി, അന്ത്യനാള് വന്നെടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമുൽ ഖാസ്വ, സ്വന്തക്കാരോട് മാത്രം സലാം പറയുന്നൊരു കാലം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിന്റെ അടയാളമാണ്. അത്തരം ആളുകൾ നമ്മുടെ ഇടയിലൂടെ നടക്കുമ്പോ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അടയാളാണ് നടക്കുന്നത്. സലാം പറഞ്ഞാൽ മടക്കാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ. മഹ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ, നാവ് കൊണ്ട് സത്യം മാത്രം പറയുകയും ഹൃദയം എപ്പോഴും ശുദ്ധമാക്കി വെക്കുന്ന അത്തഖിയ്യുൻ നഖിയ്യുല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. അങ്ങനെയാണ് നബി ഞങ്ങൾ വിശദീകരിച്ചത്. സംശുദ്ധമായ ഹൃദയമുള്ള ഒരാൾ, ആ ഖൽബിനുള്ളിൽ എന്തില്ല? പകല്ല, ദേഷ്യല്ല. ഇവിടെയാണ് വിഷയം. നിസ്കാരം കുറെ, ഇബാദത്ത് കുറെ എടുത്തില്ല, അതല്ല. ഫർളുകളും അല്ലാഹു തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ബാധ്യതകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയുണ്ട്. ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയവുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കല്ലാതെ നാളെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാദ്യമായി വേണ്ടത് ഹൃദയത്തിനുള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വിനയം തോന്നലാണ്. മനുഷ്യനാരും ഒരാളും വലിയവനാണെന്ന് തോന്നരുത്. ഒരു ഉമ്മാക്ക് തോന്നരുത്, വലിയ ആളാണെന്ന് ഒരു ഉപ്പാക്ക് തോന്നരുത്, ഒരു പണ്ഡിതന് തോന്നരുത്, ഒരു വാല് പറയുന്ന ആൾക്ക് തോന്നരുത്, ഒരു മുസല്ലിമിന് തോന്നരുത്, സാധാരണക്കാരന് തോന്നരുത്. എപ്പോഴും വിചാരിക്കേണ്ടത് അയാൾ എന്നെക്കാളും നല്ല ആളായിരിക്കും, അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അത് കുറെ വിവരം വേണമെന്നൊന്നുമില്ല, തഖ്വ ഉണ്ടായാൽ മതി.
എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പരിശുദ്ധമായ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹി മുസ്നി റളിയല്ലാഹു തആല പരിശുദ്ധമായ മക്കയിലെ അറഫയിൽ അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ അറഫയാണല്ലോ. നിബിതങ്ങൾ പറയുമായിരുന്നു, പരിശുദ്ധമായ അറഫയിൽ നിൽക്കുമ്പോ അള്ളാഹു പുറത്തു തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അള്ളാഹ് എനിക്ക് പുറത്തു തരുമോ, എനിക്ക് മാപ്പ് തരുമോ എന്ന് സംശയിക്കാൻ പോലും പാടില്ലെന്നാണ്. ആ അറഫയിൽ മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹി മുസ്നി റളിയല്ലാഹു അൻഹു അറഫയിൽ ഇങ്ങനെ കരഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ഹജ്ജിന് പോകുന്ന സമയത്ത്, ആ ഹജ്ജിന്റെ നേരത്ത് മഹാനവറുകൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി പറയുകയാണ്, ലൗലാ അന്നീ ഫീഹിം ലഖുൽതു ഖദ് ഗഫറല്ലാഹു ലഹും. ഈ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് വന്നവര്, ഈ കൂട്ടത്തിൽ ഞാനൊരു മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് പറയാൻ ധൈര്യമുണ്ട്, ഗഫറല്ലാഹു ലഹും, ഇവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ ധൈര്യമുണ്ടാകുമായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ പാപിയായ ഈ മനുഷ്യൻ ഞാനിവിടെ ഉണ്ടായത് കാരണം ഈ ആളുകൾക്ക് അല്ലാഹു ഞാൻ കാരണം പുറത്തു കൊടുക്കാതിരിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണെന്ന് ഏറ്റവും വലിയ വിനയവും താഴ്മയും പഠിപ്പിച്ച ബക്ർ ഇബ്നു അബ്ദുല്ലാഹി മുസ്നി റളിയല്ലാഹു അൻഹു എല്ലാവർക്കും പുറത്തു കൊടുത്തു എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഞാനിതിന്റെ അടിയിൽപ്പെട്ടതുകൊണ്ട് പഠിച്ചോനെ, ഞാൻ കാരണം അവർക്ക് കിട്ടാതിരുന്നു പോകുമോ? ഈ വിഷയം ഉദ്ധരിക്കുമ്പോ അല്ലാമ ദഹബി തങ്ങൾ അവരുടെ സൈല അലാമുൻ നുബലായിൽ മഹാനവറുകൾ ഒരു താരീഖ് ചെയ്തിട്ടുണ്ട്. വാക്കിനെ മഹാനവറുകൾ അതിന് അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. കദാലിക യൻബഗി ലിൽ അബ്ദി അൻ യജ്രി അലാ നഫ്സിഹി വയഹ്മിമഹാ. ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഞാൻ മോശപ്പെട്ടവനാണോ, എന്നിൽ കുഴപ്പങ്ങളുണ്ടോ, എന്നിൽ തകരാറുകളുണ്ടോ, എന്റെ വിഷയം എന്താണ്, ഞാൻ അത്ര വലിയ മുന്തിയ ആളല്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യേണ്ടത് മനുഷ്യൻ അനിവാര്യമാണ്. മഹാനായ ഇമാമുന മുസ്നി റളിയല്ലാഹു അൻഹു ചെയ്ത പോലെ ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കണമെന്ന് മഹാനായ അല്ലാമ ദഹബി തങ്ങൾ. ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് ഹൃദയം ശുദ്ധിയാവുക. നമ്മൾ തന്നെ ആലിമുൽ അല്ലാമയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അങ്ങനെയല്ല, എപ്പോഴും ഹൃദയത്തിനുള്ളിൽ നമ്മൾ മോശക്കാരാണ് എന്ന് തന്നെ വിചാരിക്കണം എന്നാണ്. അതന്നെയാണല്ലോ വിവരമുള്ള ഓരോരുത്തർക്കും മീതെ അവരെക്കാളും വിവരമുള്ള വേറെ ആളുകളുണ്ട്. അങ്ങനെയാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനെ അങ്ങനെ അല്ലാഹു പഠിപ്പിച്ച ഖദർ നബിയുടെ കൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞിട്ട് ഏത് ജ്ഞാനിക്ക് മീതെയും അവരെക്കാളും ജ്ഞാനമുള്ള ഒരാളുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇൽമുള്ള ആളാരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് റിസാലത്തിന്റെ പദവിയുള്ള അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ നബിയും മുർസലുമായ അള്ളാഹു തആല മുഅ്ജിസത്തുകളെ കൊണ്ട് ആദരിച്ച മഹാനായ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞുപോയി, ഞാൻ തന്നെയാണ്. അല്ലാഹു പറയുന്നത്, മൂസ നബിയെ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, അല്ലാഹു അലം, ആർക്കാണ് ഏറ്റവും അറിവുള്ളതെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. അത് പറയാത്തതുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ അബ്ദു സ്വാലിഹായ ഖദർ നബിയുടെ കൂടെ യാത്ര പോകാൻ പറഞ്ഞില്ല അല്ലാഹു തആല. മൂസ നബിയെ നിങ്ങൾക്കറിയില്ലാത്തത് ഖദർ നബിക്കറിയാം, ഖദർ നബിക്കറിയില്ലാത്തത് നിങ്ങൾക്കറിയാം. ഇൽമിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി പഠിക്കണം, ഖദർ നബിയുടെ കൂടെ യാത്ര പോകണമെന്ന് ശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു പറയുന്നത് മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തഅദീബ് ചെയ്ത ഭാഗമാണ്. പിന്നുണ്ടോ സാധാരണക്കാരുടെ വിഷയം? അല്ലാഹു തആല നമുക്കൊക്കെ ഹൃദയ വിശുദ്ധി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.